എല്ലാവർക്കും നമസ്കാരം. ഇത് കായംകുളം താമരക്കുളം സ്വദേശിയായിട്ടുള്ള രേഖ ശ്രീരാജിൻ്റെ മകളാണ്. ഈ കുഞ്ഞിനിപ്പോൾ 11 വയസ്സാണുള്ളത്. ഇതിന് 8 വയസ്സുള്ള സമയത്ത് വീടിൻ്റെ മുന്നിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായതാണ്. ബ്രെയിൻ ഇഞ്ചുറി ആയിരുന്നു, സിവിയർ ആയിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിരുന്നു. ഒരുപാട് സർജറികൾ ഈ തലയ്ക്കകത്ത് തന്നെ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇതിനോടകം. ഇപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ 3 വർഷമായി യാതൊരു മരുന്നുകളോടോ അല്ലെങ്കിൽ മറ്റൊന്നിനോടും പ്രതികരിക്കാൻ കഴിയാതെ ഒരു നിർജീവമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഈ കുഞ്ഞ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്ന അക്യുപങ്ക്ചറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ കുഞ്ഞ് ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ കണ്ണുകൾ ചലിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നു. നമുക്കൊക്കെ ഈ അവസ്ഥ കാണുമ്പോൾ ശരിക്കും പറയാൻ ഭയങ്കര വേദനയുണ്ട്. കാരണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലുമൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞിൻ്റെ അമ്മ നമ്മളോട് അത്രയധികം വേദനിച്ചാണ് നമ്മളോട് ഓരോ കാര്യങ്ങളും പങ്കുവെച്ചത്. കാരണം ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു കുഞ്ഞിൻ്റെ ആദ്യത്തെ സർജറി. ആക്സിഡൻറ്റ് നടന്ന ആ സമയത്ത് തന്നെ അവിടേക്കാണ് കൊണ്ടുപോയത്. വെറും 2000 രൂപ മാത്രമായിരുന്നു അപ്പോൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ 5 പൈസ പോലും കയ്യിലെടുക്കാനുള്ള നിവർത്തിയില്ലാതിരിക്കുന്ന സമയത്ത് ആസ്റ്റർ മെഡിസിറ്റിയിൽ അവരുടെ ഫസ്റ്റ് സർജറി കുഞ്ഞിൻ്റെ നടന്നു കഴിഞ്ഞു. പക്ഷേ പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ തന്നെ വലിയ വലിയ ഭാരമേറിയ ചിലവുകളായിരുന്നു. ഏകദേശം 60 ലക്ഷത്തോളം രൂപയാണ് ഈ കഴിഞ്ഞ 3 വർഷത്തിനിടെ ഈ കുഞ്ഞിന് വേണ്ടി ചിലവായിരിക്കുന്നത്. ഇന്നും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സ്, അക്യുപങ്ക്ചറിൻ്റെ ഡോക്ടേഴ്സാണ് ഇപ്പോൾ കുഞ്ഞിന് ഓരോ ട്രീറ്റ്മെൻറ്റ് 1 by 1 ആയിട്ട് പറയുന്നത്. കണ്ടില്ലേ ആ കുഞ്ഞിൻ്റെ ചിരി കണ്ടോ? അവളുടെ പപ്പായുടെ പേര് പറയുമ്പോഴാണ് അവൾ ഇങ്ങനെ ചിരിക്കുന്നത്. 6 മാസമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ തിരിച്ചറിയത്തില്ലേ അമ്മയും അച്ഛനെയൊക്കെ? അതുപോലെ ഈ കുഞ്ഞ് ഓരോന്നായിട്ട് തിരിച്ചറിയാണ്. ഇപ്പോൾ ശരിക്കും കുഞ്ഞു പിള്ളേരെ പോലെയാണ് അവൾ പ്രതികരിക്കുന്നത്. 11 വയസ്സുള്ള ഈ മകളുടെ 8 വയസ്സുള്ളപ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത്. ആ വീഡിയോ കാണുമ്പോൾ അവൾ ടിക്ടോക്ക് അവതരിപ്പിച്ച വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ അവൾക്ക് അവളെ തന്നെ മനസ്സിലായിട്ട് അവൾ തിരിച്ചതിനെ പ്രതികരിക്കുകയാണ്. അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇത് അവളുടെ ഏതോ ഭൂതകാലത്തിലുണ്ടായിരുന്ന അവൾ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രക്ഷമോൾ പ്രതികരിക്കുകയാണ്. ശരിക്കും അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. പക്ഷേ ആ കുഞ്ഞിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ഒക്കെ വലിയൊരു പ്രതീക്ഷ തിരികെ വരണമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഒരു ദിവസം ഈ കുഞ്ഞിൻ്റെ അക്യുപങ്ക്ചർ ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒരു ദിവസം